നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസുരേഷ് സാർ, നമ്മള് ഇപ്പൊ കേട്ടിട്ടുണ്ട്, നമ്മള് മൂർഖൻ പാമ്പ് പോയി രാജവെമ്പാല വന്നു എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഗർജിക്കുന്ന പുലി പോയി സിംഹം വന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത്തരത്തിൽ തന്നെയാണ് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പോയിക്കൊണ്ട് പുതിയ ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം കടന്നു വരുന്നു. അദ്ദേഹം ബീഹാർ ഗവർണർ ആയിരുന്നു ഇതിനു മുൻപ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കണ്ടതാണ് ഈ VC നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ. നമ്മൾ ഒരുപാട് തർക്കങ്ങളും ഗവർണറുമായിട്ടുള്ള പിണറായി വിജയന്റെ പോരും ചക്കളത്തി പോര് എന്നൊക്കെ പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ VC നിയമനം പൂർണ്ണ അധികാരം ഗവർണർക്ക് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയാണ് സർ ഇത് കേരളത്തെ ബാധിക്കുക? കേരളത്തെ സംബന്ധിച്ചിടത്തോളം VCയുമായിട്ടുള്ള വലിയ യുദ്ധം നടക്കുകയാണല്ലോ ഇപ്പോ. ഇത് VCയുടെ പേരിൽ ഗവർണറുമായിട്ടുള്ള യുദ്ധമാണ്. അതായത് VCയെ നിയമിക്കാൻ, വൈസ് ചാൻസലറെ നിയമിക്കാൻ ചാൻസലർക്കുള്ള അധികാരം അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവര് ഹൈക്കോടതിയിൽ പോയി, അവസാനം സുപ്രീം കോടതിയിലും പോയി. ഏതായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന UGCയുടെ പരിഷ്കരിച്ച ചട്ടങ്ങളുടെ കരട്, അതിന്റെ പൂർണ്ണരൂപം വരുന്നേ ഉള്ളൂ. കരട് രൂപങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരള ഗവൺമെന്റിന്റെ യാതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉടായ്പ പരിപാടിയും തട്ടിപ്പ് പരിപാടിയും ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം സുവ്യക്തമായി ഈ കാര്യം വ്യക്തമായി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങളുടെ പരിപൂർണമായ അധികാരം അത് ചാൻസലർക്കാണ്. ചാൻസലർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് ഗവർണറാണ്, അതുകൊണ്ട് ഗവർണർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള ചില പഴുതുകൾ ഉണ്ടായിരുന്നു. ആ പഴുതുകളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് UGC ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് തിരുത്തിയിരിക്കുന്നത്. അതായത് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെർച്ച് കമ്മിറ്റി, അതായത് പുതുതായിട്ടൊരു വൈസ് ചാൻസലറെ നിയമിക്കണമെങ്കിൽ ആ വൈസ് ചാൻസലറെ കണ്ടെത്താൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാകും. ഈ കമ്മിറ്റി സെർച്ച് കമ്മിറ്റി എന്നാണ് അറിയപ്പെടുക. വൈസ് ചാൻസലറെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കമ്മിറ്റി. ഇതില് ഭരണകക്ഷിക്ക് അതാത് സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ പരിഷ്കരിച്ച ചട്ടങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ സെർച്ച് കമ്മിറ്റിയിൽ 3 പേരാണ് ഉണ്ടായിരിക്കുക. അതിൽ അധ്യക്ഷനായിട്ട് ഈ 3 പേരടങ്ങുന്ന കമ്മിറ്റിയിലെ അധ്യക്ഷനെ നിയമിക്കാനുള്ള അധികാരം ചാൻസലറായിട്ടുള്ള ഗവർണർക്കാണ്. അതായത് ചാൻസലറായ ഗവർണറുടെ പ്രതിനിധിയാണ് സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായിട്ട് വരിക. രണ്ടാമത്തെ അംഗം അത് UGC ആണ് നിയമിക്കുക. രണ്ടാമത്തെ അംഗത്തെ കൊടുക്കുന്നത് UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികളായി വരും എന്ന് ചുരുക്കം. മൂന്നാമത്തെ ആളിനെ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആണ് കൊടുക്കുന്നതെങ്കിലും സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി, സെനറ്റിന്റെ പ്രതിനിധി, എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പ്രതിനിധി, ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ പ്രതിനിധി, ഈ 4 വിഭാഗങ്ങളിൽ നിന്നുമായിട്ടും ഒരു പ്രതിനിധി, അതാണ് മൂന്നാമത്തെ ആൾ. ഇവിടെയാണ് സംസ്ഥാന ഗവൺമെന്റിന് ഒരു പ്രതിനിധിയെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ 3-ൽ 1 മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ചെയർമാൻ സ്ഥാനം ഗവർണർ നിശ്ചയിക്കുന്ന ആളായിരിക്കുകയും ചെയ്യും. അപ്പോൾ 3-ൽ 2 കേന്ദ്രത്തിന്റെ കയ്യിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നോ അത് ഇനി അസന്നിഗ്ധമായി നടപ്പാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അവകാശവാദവും തകർന്നു പോയിരിക്കുകയാണ്. ഇനി ഈ സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. VC ആയിട്ട് നിയമിക്കാൻ പറ്റിയ 5 പേരുടെ പേരുകൾ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കി ഗവർണർക്ക് കൊടുക്കണം. അങ്ങനെ ഗവർണർക്ക് കൊടുക്കുമ്പോൾ അതിൽ ഇഷ്ടമുള്ള ഒരാളെ തന്റെ അധികാരം ഉപയോഗിച്ച് നിയമിക്കാനുള്ള പരിപൂർണ അധികാരം ഗവർണർ എന്ന് പറയുന്ന ചാൻസലർക്ക് ആയിരിക്കും. ആ നിയമനം 5 വർഷത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ ആയിരിക്കാം. ഇനിയിപ്പോ 68 വയസ്സുള്ള ഒരാളെ നിയമിക്കുന്നതെങ്കിൽ അയാൾക്ക് 70 ആകുമ്പോൾ പിരിയാം. ചെറുപ്പക്കാരനാണെങ്കിൽ 5 വർഷക്കാലത്തേക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പുനർനിയമനം, വീണ്ടും നിയമിക്കണമെങ്കിലും ഇതുപോലെ തന്നെ ഒന്നുകിൽ 70 വയസ്സാകുന്നത് വരെ അല്ലെങ്കിൽ 5 വർഷം തികയുന്നത് വരെ. ഇതാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ.
ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഈ മാനദണ്ഡം ലംഘിക്കാൻ തീരുമാനിച്ച് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇനി സംസ്ഥാന ഗവൺമെന്റ് അല്ല, ആര് തന്നെ ലംഘിച്ചാലും ആ യൂണിവേഴ്സിറ്റിക്ക് ബിരുദ കോഴ്സുകൾ നടത്താൻ അവകാശം ഉണ്ടായിരിക്കില്ല, ഓൺലൈൻ കോഴ്സുകൾ നടത്താൻ അവകാശം ഉണ്ടായിരിക്കില്ല, അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താൻ അവകാശം ഉണ്ടായിരിക്കില്ല. ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളും ഉള്ള ഈ സ്ഥാപനങ്ങളെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ലിസ്റ്റിൽ നിന്ന്, പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ഇതാണ് അതിന്റെ മറുപടി. എന്ന് പറഞ്ഞാൽ ഗവർണറുമായിട്ട് ഇനി ഉടക്കാൻ വരുന്ന യൂണിവേഴ്സിറ്റിയെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ പട്ടികയ്ക്കകത്ത് നിന്ന് വെട്ടിക്കളയും, ലിസ്റ്റിന് വെട്ടി പുറത്തേക്ക് കളയും. പിന്നെ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. അവിടെ ഇനി ആരെങ്കിലും പഠിച്ചാൽ ആ ഡിഗ്രിക്ക് വിലയില്ല. അതാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി, ഓൺലൈൻ ഡിഗ്രി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി, അങ്ങനെയുള്ള എല്ലാം നിർത്തിക്കളയും. ഇനി വേറെ കാര്യങ്ങളുണ്ട്, വളരെ വിശദമായിട്ടാണ് ഇത് പോകുന്നത്. അതായത് കരാർ നിയമനം 6 മാസത്തേക്ക് മാത്രം. ഇപ്പം നിലവിൽ ഒരു സബ്ജക്ട് പഠിപ്പിക്കാനുള്ള പ്രൊഫസർ ഇല്ല, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഇല്ല, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോലും ഇല്ല. ആ സമയത്ത് കരാർ നിയമനം എന്ന പേരിൽ ധാരാളം പേരെ ഇപ്പൊ കയറ്റുന്നുണ്ട്, ഭരണകക്ഷിയുടെ ആൾക്കാരെ കയറ്റുന്നുണ്ട്. ഈ കരാർ നിയമനം 6 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ കരാർ നിയമനത്തിലൂടെ 6 മാസത്തേക്ക് നിയമിക്കുന്നയാളിന് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയുണ്ട്. ഇപ്പൊ പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലും പൂർണ്ണ ശമ്പളം കൊടുക്കാതെ ഡെയിലി 300 രൂപ അല്ലെങ്കിൽ 500 രൂപ തൊഴിലുറപ്പ് പണിക്കാർ വരുന്ന പോലെ പണിതിട്ട് വെക്കണം. അതെടുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു സ്ഥിര നിയമനത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ബാധകമായിരിക്കും. അതായത് കരാർ അധ്യാപകരായിട്ട് വരുന്നവർക്ക് യഥാർത്ഥ അധ്യാപകരുടെ തുല്യമായ ശമ്പളവും തുല്യമായ ആനുകൂല്യങ്ങളും കൊടുത്തേ പറ്റൂ. ഇത് വന്നാൽ തന്നെ ഒരു വലിയ ഗുണം എന്താന്ന് ചോദിച്ചാൽ, ഈ കരാർ നിയമനം ഇപ്പൊ നടത്തുന്നത് എന്തിനാണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ചെലവ് കുറയ്ക്കുക. അതായത് വലിയ ശമ്പളമൊന്നും കൊടുക്കണ്ട, കൊടുക്കുന്നത് മേടിച്ച് പൊക്കോളും. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ UGC അംഗീകാരമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കാമല്ലോ, പിന്നീട് ക്ലെയിം ചെയ്യാമല്ലോ, സ്ഥിരപ്പെടുത്താമല്ലോ. അതാണ്. അങ്ങനെ ഈ കാര്യത്തിൽ തുല്യമായിട്ടുള്ള ആനുകൂല്യം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് യാതൊരു ലാഭവും ഒരു യൂണിവേഴ്സിറ്റിക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കോളേജിനും ഉണ്ടാവില്ല. അടുത്തത്, കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 10% അധ്യാപകരെ മാത്രമേ എന്നുള്ള 2018 നിബന്ധന ഒഴിവാക്കി. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 10% അധ്യാപക നിയമനം എന്നുള്ള 2018 നിബന്ധന ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ 10% അപ്പുറത്തേക്കും പോകാം. പക്ഷെ പോകാൻ പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്താൽ അവർക്ക് വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും. ശമ്പളം മാത്രമല്ല, ആനുകൂല്യവും കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്ഥിര നിയമനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കരാർ നിയമനം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഭരണകക്ഷി MLA-മാര്, DYFI നേതാക്കന്മാര്, SFI നേതാക്കന്മാര്, ഇവരുടെ എല്ലാം ഭാര്യമാരെ കോളേജ് അധ്യാപകരാക്കി മാറ്റുകയാണ്. അതിന് ഈ കരാർ നിയമനത്തിൽ കൂടെ കയറ്റി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പോൾ കരാർ നിയമനത്തിലൂടെ കയറ്റുമ്പോൾ ഇവർക്ക് ആവശ്യമായ യോഗ്യത വേണമെന്നില്ല, യോഗ്യതയില്ല, കരാറല്ലേ. പക്ഷെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ടുള്ള യോഗ്യതയും മാനദണ്ഡങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും, UGC ഉറപ്പുവരുത്തും. അപ്പോൾ ആ പരിപാടി നടക്കില്ല. അതായത് ഈ നമ്മളെ ഈ ഭാര്യമാരെ കുടിയിരുത്തുന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുടിയിരുത്തുന്ന ആ പരിപാടി അങ്ങ് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ചുരുക്കം അത്രയേ ഉള്ളൂ. ഇനി ഇതിന് വേറൊരു സംഗതിയുണ്ട്. ഈ വൈസ് ചാൻസലർ ആയിട്ട് ഒരാളെ എടുക്കുകയാണെങ്കിൽ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന നിലയിൽ 10% വൈസ് ചാൻസലേഴ്സിനെ എടുക്കാം. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ 20 യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 10% അങ്ങനെ എടുക്കാം. പക്ഷെ ഈ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കൊല്ലം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ PhD ഉണ്ടായിരിക്കണം, PG എടുത്തിരിക്കുന്ന വിഷയത്തിൽ തന്നെ അദ്ദേഹം ക്ലാസ് എടുത്തിരിക്കണം, ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ നേരത്തെ ഇരുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഇന്റർനാഷണൽ വേദികളിൽ പേപ്പർ പ്രസന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, അക്കാഡമിക് എക്സലൻസ് തെളിയിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തവും ശക്തവുമായ നിബന്ധനകൾ വെച്ചിട്ട് ഇതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് ഉള്ള ഒരാളെ മാത്രമേ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന കാറ്റഗറിയിൽ നിന്ന് വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൂച്ചി കെട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഈ കടലാസ് PhD-യും അല്ലെങ്കിൽ ഇല്ലാത്ത PG-യും
വ്യാജ ഡിഗ്രികളും വ്യാജ സർട്ടിഫിക്കറ്റുകളും അങ്ങനെ ഒന്നും ഇനി വിളനിലം എന്ന് പറഞ്ഞൊരു VC ഉണ്ടായിരുന്നു. അവസാനം അയാൾ പെൻഷനാകാറായപ്പോഴാണ് അറിയുന്നത് ഇയാളുടെ ഡിഗ്രി തന്നെ വ്യാജമായിരുന്നു, അയാളുടെ ഡോക്ടറേറ്റ് വ്യാജമായിരുന്നു. എന്നിട്ട് കേരളത്തിൽ വന്ന് VC ആയി. വിളനിലം പ്രശ്നം എന്ന് പറഞ്ഞ് ഒത്തിരി കാലം ഉണ്ടായിരുന്നതാ. അപ്പോൾ ഇനിയുള്ള അത്തരം എല്ലാ പഴുതുകളും കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് അടച്ചു. ഇത് അടയ്ക്കൂ എന്ന് പറയുമ്പം കേരളം വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. കേരളം പറയും എന്നാൽ തന്നെ കേന്ദ്രത്തിന്റെ ഒന്നും വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് നടത്തിക്കോളാം. പക്ഷെ അതിനുള്ള ത്രാണി കേരളത്തിന് ഇല്ല. ഉദാഹരണം കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ ആ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ കേന്ദ്രം ഇടപെടാൻ പാടില്ല, കേന്ദ്ര സഹായം വേണ്ട എന്ന് കയറി അങ്ങ് പ്രഖ്യാപിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചത്? കലാമണ്ഡലത്തില് പെൻഷൻ കൊടുക്കാൻ കാശില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല, തൂപ്പുകാരന് ശമ്പളം കൊടുക്കാൻ കാശില്ല, ഡ്രൈവർക്ക് കാശില്ല, മുറ്റമടിക്കാൻ കൊടുക്കാൻ കാശില്ല, മുറ്റമെല്ലാം കാട് കയറി. ഇതാണ് കലാമണ്ഡലത്തിന്റെ അവസ്ഥ. ഇതിന്റെ കാരണം എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ കൊടുക്കുന്ന ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ചെലവിന്റെ 70 മുതൽ 75% വരെയാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിക്ക് 100 കോടി രൂപ ഒരു കൊല്ലം വേണമെന്നുണ്ടെങ്കിൽ 75 കോടി രൂപയും കേന്ദ്ര ഗവൺമെന്റ് ആണ് തരുന്നത്. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ് തരുന്നത്. ഇപ്പറഞ്ഞ നിബന്ധനകളൊക്കെ തെറ്റിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിക്ക് ഈ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പോലെ എല്ലാം മുടങ്ങും, യൂണിവേഴ്സിറ്റി പൂട്ടിപ്പോകും. ചുരുക്കി പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള നടത്തിപ്പും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇത് നടപ്പായി കഴിയുമ്പോൾ, ഈ പുതിയ നിർദ്ദേശം നടപ്പായി കഴിയുമ്പോൾ, ഇനി ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസുമൊക്കെ ആയിട്ട് പോകാനും അതുപോലെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന് നിയമം പാസാക്കി ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനൊക്കെ ഉള്ള ഒരു നീക്കം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ UDF LDF കൂടെ ഒന്നിച്ചു നിന്ന് ഇത് പാസാക്കി രാഷ്ട്രപതിക്ക് കൊണ്ടുപോയി കൊടുത്തല്ലോ. രാഷ്ട്രപതി അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ അത് നടന്നില്ല. ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ ഒരു സംഗതിയും കൊണ്ട് പ്രമേയം പാസാക്കാൻ പോലും പറ്റാത്ത സ്ഥിതിക്ക് വളരെ വ്യക്തമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റേതാണെന്നും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 50 വർഷക്കാലത്തേക്ക് എങ്കിലും ഈ കേന്ദ്രം BJP ഭരിക്കുമെന്നുള്ളത് കൊണ്ട് സഖാക്കൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഒരു കാര്യം ഇപ്പൊ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. UDF-ഉം LDF-ഉം കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, സഖാക്കന്മാര് എല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ചാലും കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്രം നടപ്പാക്കിയിരിക്കും. അത് നടപ്പാക്കാനുള്ള ഗട്സ് ഉള്ള, ആംബിയറുള്ള, ആർജവമുള്ള ഗവർണറെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വിഷയം തീരുമാനിക്കുന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. ബൈജു അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു. മുഴുവൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെയും നേരിട്ട് രാജ്ഭവനിൽ വിളിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 20 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരും അവിടെ പോയി നിൽക്കണം. എന്നിട്ട് അദ്ദേഹം പരേഡ് നടത്തിക്കും. ഇതാരാ വന്നിരിക്കുന്നത്, ഇവന്റെയൊക്കെ യോഗ്യത എന്നതാ, കടലാസ് ഉണ്ടോ, PhD ഉണ്ടോ, MA ഉണ്ടോ, വ്യാജ ഡിഗ്രി ആണോ, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ തന്ന പണം എടുത്ത് പുട്ടടിച്ചിട്ടുണ്ടോ, ഭാര്യമാരെ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കെട്ടിയിട്ടുണ്ടോ, അടിമുടി പരിശോധിക്കും. ഓരോ യൂണിവേഴ്സിറ്റി അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കും. ഇവ പണ്ടാരോ പറഞ്ഞ പോലെ മൂർഖം പോയപ്പോ രാജവെമ്പാല വന്നു എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവമാണ്. വന്ന് കയറിയില്ല. അതിനു മുമ്പ് തന്നെ വളരെ വ്യക്തമായി കേരള ഗവർണർ 6 ഏക്കർ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. വിടുകയല്ല നിന്നെ, ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 20 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോട് ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വലിയ ഉത്തരവാണ്. അത് ശരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാരിനും UDF-നും LDF-നും ഉള്ള അതിശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. അതായത് കാത് കുത്തിയാൻ അങ്ങ് പോയെങ്കിൽ കടുക്കനിട്ടോ വന്നിട്ടുണ്ട്, ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ പോയാൽ മതി. അതിശക്തമായ ഇടപെടലാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഏതായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇവിടെ കിടന്ന് ഗുസ്തി പിടിക്കുകയും സുപ്രീം കോടതി വരെ കേസ് കളിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ 20 കിട്ടി. ഇനി ഇത് ചോന്നുകൊണ്ട് നടന്നാൽ മതി. ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാകുന്നു എന്നുള്ളതാണ് വേറൊരു വലിയ ഗുണം. ഇപ്പൊ മമതാ ബാനർജിക്കും അല്ലെങ്കിൽ ഡൽഹിയിലെ കേജ്രിവാളിനും തമിഴ്നാട്ടിലെ സ്റ്റാലിനുമൊക്കെ പാരയായി എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ ഗുണം. അതായത് ഇവരുടെ സഖ്യകക്ഷികളുടെ ഭരണ പ്രദേശത്ത് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഡൽഹിയിലുമൊക്കെ ഈ നിയമം ബാധകമാണ്.
ഇനി പിണറായിയെ കാണുന്നിടത്ത് ഇവന്മാരെല്ലാം കൂടെ പൊരിക്കും. കാരണം അവരവിടെ വലിയ രാജാക്കന്മാരായിട്ട് ഇരുന്നതാണ്. അവര് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഗവർണർ അല്ല ചാൻസലർ, മുഖ്യമന്ത്രിയാ ചാൻസലർ. അതുപോലെ UGCയുടെ നിയമങ്ങൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പുല്ലുവിലയ്ക്ക് തള്ളിക്കളഞ്ഞിരുന്നു. ഇനിയിപ്പോ നടക്കേല. കാരണം പശ്ചിമ ബംഗാളിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയും 10 പൈസ കിട്ടാതെ പൂട്ടിപ്പോവും മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ. കേജ്രിവാളിന്റെയും കഥ അത് തന്നെയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ആൾക്കാർക്കിട്ടും അസൽ പാരയാണ് ഇപ്പൊ പണിത് വെച്ചിരിക്കുന്നത്. ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റിയിൽ കാണാൻ പോകുന്ന പൂരം. ഇനി ഇതിന്റെ ഒരു കരട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം വരുമ്പോഴത്തേക്കുമാണ് ഇതിനേക്കാൾ ഗുരുതരമാകാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത്, ഞാൻ അറിയുന്നിടത്തോളം നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം പറഞ്ഞോളൂ സാർ. കണക്ഷൻ പോയിട്ടുണ്ട്, എന്താ പറയുക, ശബ്ദം വരുന്നില്ല. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കേരളം തീരുമാനിക്കേണ്ട, കേന്ദ്രം തീരുമാനിക്കും. ഇന്നലെ സാറേ ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗവർണർ സത്യത്തിൽ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പോലും കേരളം അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം നമ്മൾക്കറിയാം, ഒരു നാടിന്റെ സംസ്കാരം അതല്ലെങ്കിൽ ആ നാടിന്റെ ആ ഒരു ഉന്നതിക്കും എല്ലാത്തിനും ബാധകമാവുന്നത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖല എന്നുള്ളത്. ആ വിദ്യാഭ്യാസ മേഖലയെ SFI എന്ന് പറയുന്ന ഈ കാട്ടാള കുട്ടിത്തങ്ങളെ വെച്ചുകൊണ്ട്, കാട്ടാളന്മാരുടെ കുട്ടി സഖാക്കന്മാരെ വെച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ക്രൂരതകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, അത്തരത്തിൽ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ എന്തൊക്കെ ചെയ്തു ഈ SFI എന്ന് പറയുന്ന സംഘടന എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ പറയുന്ന സാറ് നേരത്തെ പറഞ്ഞു, അത് ഈ പാർട്ടി ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇനി ഇത്തരത്തിൽ ഈ ഗവർണർ വഴി തടയൽ, ഗവർണർക്കെതിരെ സമരമുറകൾ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സാർ ഇവരുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് പെട്ടെന്നുണ്ടാവുക? ഗവർണർക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്തുകയോ യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഗവർണർക്ക് ഈ കാര്യം, ഇതിപ്പോ കരടിനകത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ കരടിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഇതാണ്. ചാൻസലർ എന്നുള്ള നിലയിൽ, ഗവർണർ എന്നുള്ള നിലയിൽ അല്ല, അദ്ദേഹം അതേസമയം ചാൻസലർ ആണല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറെ യൂണിവേഴ്സിറ്റി കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് എതിരിടാനോ സമരം ചെയ്യാനോ വഴിയിൽ തടയാനോ ഖരാബോ ചെയ്യാനോ ചീത്ത വിളിക്കാനോ പത്രസമ്മേളനം നടത്താനോ ഒക്കെ ഒരുങ്ങാതിരിക്കട്ടെ. ഞാനിവിടെ പറയാതെ പോയൊരു കാര്യമുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ മുകളിലുള്ള ചാൻസലർക്കെതിരെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ 6 ഏക്കർ വരുമ്പം ഇതുപോലെ പഴയ പോലെ പത്രസമ്മേളനം വിളിക്കുകയോ പ്രസ്താവന ഇറക്കുകയോ വാർത്ത കൊടുക്കുകയോ ചീത്ത വിളിക്കുകയോ കരാബോ നടത്തുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ എന്തെങ്കിലുമാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതേ ഉള്ളൂ. പിറ്റേ മാസം ഇവിടുത്തെ വൈസ് ചാൻസലർ അടക്കം ഒരുത്തനും ശമ്പളം കിട്ടാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. ഇദ്ദേഹം നേരെ UGCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ്, കേരളത്തിലെ ഇന്ന യൂണിവേഴ്സിറ്റികൾ നമ്മളുടെ നിയന്ത്രണ പ്രകാരമല്ല നടക്കുന്നത്, മാർഗനിർദ്ദേശങ്ങൾ തെറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കരട് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ UGC ഗ്രാന്റ് പിൻവലിക്കും എന്ന് പറഞ്ഞാൽ പിറ്റേ മാസം ശമ്പളം ഇല്ല. ഈ ശമ്പളം മേടിക്കുന്നതൊന്നും പിണറായി വിജയന്റെ ഖജനാവിന്നല്ല. ഈ കോളേജ് അധ്യാപകര്, കോളേജ് ജീവനക്കാര്, യൂണിവേഴ്സിറ്റി അധ്യാപകര്, യൂണിവേഴ്സിറ്റി ജീവനക്കാര്, വൈസ് ചാൻസലർ അടക്കം ശമ്പളം മേടിക്കുന്നത് പിണറായി വിജയന്റെ ഔദാര്യം കൊണ്ടല്ല, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാ. അതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ഇനി ഗവർണർക്കെതിരെ, അതായത് ചാൻസലർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അതിശക്തമായിരിക്കും. UGC ഗ്രാന്റ് തടയാനും അത് മതി. ഇപ്പൊ നമുക്കറിയാം സാർ, ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് എന്നുള്ളത് നമ്മൾ ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായിട്ടും മലയാളികൾ നെഞ്ചേറ്റിയ ഒരു ഗവർണർ. ഇതിനു മുൻപ് നമ്മൾ TN ശേഷൻ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്ന സമയമാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആ ഒരു റൈറ്റ്സ്, അധികാര ശക്തി എന്ത് എന്ന് സത്യത്തിൽ ഭാരതത്തിലെ ആളുകൾ അറിഞ്ഞത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്ന ആ പദവിയും ഈ പറയുന്ന പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇനി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ, ഇടതും വലതും മാറി മാറി ഭരിച്ച സമയത്ത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കി മാറ്റിയിരുന്ന ആ സ്ഥാനത്ത് നിന്ന്
എന്താണ് ഗവർണറുടെ ശക്തി എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തൊരു ഗവർണർ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇനി ഇപ്പൊ ഈ പറയുന്ന രാജവെമ്പാലയായിട്ട് വന്നിട്ടുള്ള ആർലൈക്കർ, ഇദ്ദേഹം ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ തെറ്റിച്ചു വിട്ട് പിണറായി പറഞ്ഞിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയത് എന്ന രീതിയിലൊക്കെ പ്രചാരണം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് സർ ഈ ആർലൈക്കർ എന്ന് പറയുക, ഈ പുതിയ ഗവർണറുടെ ആ ഒരു പിന്നാമ്പുറ ചരിത്രമൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ കുറഞ്ഞ വാക്കുകൾ? ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ രാജിവെച്ച് BJP ചേർന്നയാളാണ്. അതായത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ഈ മുത്തലാഖ് നിയമം വരികയുണ്ടായി. അപ്പോ ഷബാനു കേസ് വരികയും കോടതി ഷബാനുവിന് ജീവനാംശം കൊടുക്കണം എന്ന് വിധിക്കുകയും ചെയ്ത കേസാണ് ഷബാനു കേസ്. മുത്തലാഖിന്റെ അടിസ്ഥാനത്തിൽ ഷബാനുവിനെ മൊഴി ചൊല്ലി. ആ സമയത്ത് ഈ വിഷയത്തെ മറികടക്കാനും ഇവിടുത്തെ മത തീവ്രവാദികൾക്ക്, ജിഹാദികൾക്ക് കീഴടങ്ങി കൊടുക്കാനും രാജീവ് ഗാന്ധി തയ്യാറായി. പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി മുത്തലാഖ് നിയമവിധേയമാണ്, ശരീഅത്ത് നിയമം മതി ഈ രാജ്യത്ത് എന്ന് തീരുമാനിക്കുകയും പാർലമെന്റ് അത് പാസ്സാക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന, കോൺഗ്രസ് ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മുസ്ലിം, ശരിയായ മുസ്ലിം, രാജിവെച്ച് അദ്ദേഹം BJP-യിൽ ചേരുകയുണ്ടായത്. ഇപ്പോൾ അദ്ദേഹം വളരെ ഉഗ്രപ്രതാപിയാണ്, കൃത്യമാണ്, അതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം BJP-യും അല്ല, RSS-ഉം അല്ല, സംഘപരിവാറും അല്ല, ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ആർലേക്കർ എന്ന് പറയുന്നയാള് 100% RSS-കാരനാണ്, പരിപൂർണമായിട്ടും BJP-കാരനാണ്. അതായത് RSS-ന്റെ ശാഖയിൽ അടികളി പഠിച്ച്, RSS-ന്റെ ഗണവേഷമിട്ട്, RSS-ന്റെ പ്രാർത്ഥന ചൊല്ലി, RSS-ന്റെ ക്യാമ്പുകളിൽ പോയി ക്യാമ്പിൽ പങ്കെടുത്ത് പാസ്സായി, ശരിക്കും ഒരു RSS പ്രചാരകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെതായ കർമ്മകാണ്ഡ പൂർത്തിയാക്കി RSS നിയോഗപ്രകാരം തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് BJP-യിൽ വന്ന് മന്ത്രിസഭകളിലൂടെ കഴിവ് തെളിയിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഈ ഒരു ചുമതലയിലേക്ക് നിയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100% കറ തീർന്ന പരമപരിശുദ്ധമായിട്ടുള്ള RSS-കാരനാണ് ഈ വന്നിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ RSS ആണ്, BJP ആണെന്നൊക്കെ വിളിച്ചു പോവാന്നല്ലാതെ ഒരു കാര്യവുമില്ല. യാതൊരു വ്യത്യാസവുമില്ലാതെ, കടുകിട്ട വ്യത്യാസമില്ലാതെ അദ്ദേഹം പുതിയ വിദ്യാഭ്യാസ നയം, കേരളത്തിൽ ആരാണോ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചത്, ആരാണോ മുദ്രാവാക്യം വിളിച്ചത്, ആരാണോ സമരം നടത്തിയത്, ആരാണോ പ്രസ്താവന ഇറക്കിയത്, ആരാണോ ഈ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അതിനെതിരെ പ്രമേയം പാസാക്കിയത്, അവരെ കൊണ്ട് തന്നെ ഈ കേരളത്തിൽ അതേ പുതിയ വിദ്യാഭ്യാസ നയം കൃത്യമായിട്ട് നടപ്പാക്കിയിരിക്കും. അതിന് കെൽപ്പുള്ളയാളാണ് ആർലേക്കർ. ഇപ്പൊ മറ്റൊന്നാണ് സാറ്, നമ്മൾക്കറിയാം ഇവിടെ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഇവിടുത്തെ മലയാളികളെ മണ്ടന്മാരാക്കുക, പൊട്ടന്മാരാക്കുക, എന്നിട്ട് പ്രബുദ്ധ മലയാളിയാണെന്ന്, അതല്ലെങ്കിൽ ഇത് കേരളമാണെന്ന് വാഴ്ത്തുക്കൾ നടത്തിക്കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കേന്ദ്രത്തിന് പഴി ചാരുക. ഇതാ കണ്ടോ നിങ്ങൾ, കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു, കേന്ദ്രം നമ്മളെ നശിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആവശ്യം നമ്മുടെ വിദ്യാഭ്യാസം താറുമാറായി തീരണം എന്ന് തന്നെയാണല്ലോ. കാരണം എക്കാലത്തും അടിമകളാക്കണം എന്നുണ്ടെങ്കിൽ പ്രബുദ്ധത മാറ്റിവെച്ചുകൊണ്ട്, വിദ്യാസമ്പന്ന മാറ്റിവെച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത അടിമകളെ സൃഷ്ടിക്കലാണല്ലോ ഇവരുടെ പരിപാടി. കാരണം ഇന്ന് കലാലയങ്ങളിൽ അത്ര കണ്ട് അതിപ്രസരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര കണ്ട് വലിയ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കേന്ദ്രം ഇതിലും ഇതാ ഞെരുക്കുന്ന എന്ന രീതിയിൽ വന്നുകൊണ്ട് പ്രചാരണം നടത്തുമ്പോൾ അതിനെതിരെ എങ്ങനെയായിരിക്കും സർ BJP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രചാരണം, അതല്ലെങ്കിൽ അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു അഭിപ്രായം എങ്ങനെയാണ് വരിക? ഇപ്പൊ നിരവധി ജനക്ഷേമ പദ്ധതികൾ രാജ്യം മുഴുവൻ നടപ്പാക്കുമ്പോൾ അത് നേരിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്ത 2-3 സംസ്ഥാനങ്ങളാണുള്ളത്. പശ്ചിമ ബംഗാൾ, ഡൽഹി, കേരളം. ഏറ്റവും അവസാനത്തെ കാര്യം പറഞ്ഞാൽ 70 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ ഇൻഷുറൻസ് നടപ്പാക്കാത്ത 3 സംസ്ഥാനം ഡൽഹി, പശ്ചിമ ബംഗാൾ, കേരളം. ഇത് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്, എല്ലാ രംഗത്തും ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മഹാഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഇത്തരം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുത മറച്ചു വെക്കുകയും കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന വ്യാജ പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഈ വസ്തുതകളെ ജനഹൃദയങ്ങളിൽ, വീടുകളിൽ, വീടാന്തരം എത്തിക്കാനുള്ള കർമ്മ പദ്ധതി
ബി ജെ പി പ്രവർത്തനം സംഘടനാ തലത്തിൽ നടപ്പാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ സേതു ഹിമാചലം ഇത്തരമൊരു പ്രചരണ പരിപാടി ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും മുഴുവൻ വീടുകളിലേക്കും ഈ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തിക്കാൻ ബി ജെ പിയുടെ സംഘടനാ ഇലക്ഷൻ പൂർത്തിയായി പുതിയ സംഘടനാ പ്രസിഡന്റും സംവിധാനങ്ങളും നിലവിൽ വരുന്നതോടുകൂടി ജനങ്ങളിലേക്ക് എത്തുന്ന അത്തരമൊരു പ്രചരണ പരിപാടി ഉണ്ടാകും എന്നാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മറ്റെന്തെങ്കിലും നമ്മൾ വിട്ടുപോയ കാര്യങ്ങളുണ്ടോ സാർ? എന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരാത്തത് കൊണ്ടോ ഏതെങ്കിലും ഭാഗം വിട്ടുപോയത്? അതായത് ഒറ്റ കാര്യമുള്ളൂ, കേന്ദ്ര വിരുദ്ധ സമരം നടത്തുകയും കേന്ദ്രത്തോട് യുദ്ധം ചെയ്യുകയും ചെയ്തിട്ട് സംസ്ഥാനത്തെ അതിന്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ള കമ്മ്യൂണിസ്റ്റ് മണ്ടത്തരം അന്ത്യശ്വാസം വലിക്കാൻ പോവാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പോവാണ്. അതായത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തതുകൊണ്ടോ യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് കേന്ദ്രത്തോട് സൗമനസ്യത്തോടു കൂടി സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം, പരസ്പര സഹകരണത്തോടു കൂടിയുള്ള ഒരു ഭരണം, അത് മാത്രമാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് പോകുമ്പോൾ കേരളം അമിതമായ വില കൊടുക്കുന്നു, അമിതമായ ടാക്സ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭരണകൂട നൂലാമാലകളിൽ പെട്ട് ഉഴലുന്നു. ഇത് മലയാളി തിരിച്ചറിയണം. അല്ല എങ്കിൽ ഭാരതം മുന്നോട്ട് പോകും, കേരളം പുറകോട്ട് പോകും. ഇത് മാത്രമാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. മണ്ടൻ മലയാളി എന്ന സ്ഥാനപ്പേരിൽ നിന്ന് പ്രബുദ്ധ മലയാളി എന്ന് സ്വയം എടുത്തണയുന്ന മലയാളികളെ, സഹോദരങ്ങളെ, നിങ്ങളോട് ഇനി മറ്റൊന്നും പറയാനില്ല. കാരണം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ സംഘിപ്പട്ടം നൽകിക്കൊണ്ടും ചാണകപ്പട്ടമൊക്കെ നൽകിക്കൊണ്ടും RSSകാരനും BJP കാരനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ചവിട്ടി താഴ്ത്തിയോ. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വളർന്നു വരുന്ന ഇനി ജനിക്കാനിരിക്കുന്ന തലമുറയെ പോലും ബാധിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ കടക്കലാണ് കത്തിവെച്ചിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ മാറി മാറി ഭരിച്ച ഇടതന്മാരും ബലതന്മാരും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് മലയാളി സമൂഹത്തിന് മനസ്സിലാക്കി തരാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം വരേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മനുഷ്യനെ നിങ്ങൾ പരിഹസിച്ചോളും, അപഹസിച്ചോളും. അദ്ദേഹം യാത്രയായ സമയത്തും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഖാക്കളൊക്കെ നടത്തിയിട്ടുള്ള മ്ലേച്ഛത്തരമൊക്കെ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് ആർലൈക്കർ എന്ന് പറയുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലൈക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ വന്നിരിക്കുന്നത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ പോലും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു RSSകാരനോ BJP കാരനോ ആയിരുന്നില്ല എന്ന് പറയാം ഗവർണർ ആയതിനു ശേഷം പൂർണ്ണമായിട്ടും. പക്ഷെ ആർലൈക്കർ പൂർണ്ണമായിട്ടും RSSകാരൻ തന്നെയാണ്, നരേന്ദ്രമോദിജിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കളികളൊന്നും കുട്ടി സഖാക്കന്മാരെ, ദുഷ്ട കുട്ടി സഖാക്കന്മാരെ നടക്കില്ല. ഇനി ഒരു സിദ്ധാർത്ഥിനോ അതുപോലെയുള്ള ഒരു കലാലയത്തിലും നിങ്ങൾ ഈ വിചാരിക്കുന്ന ദുഷ്ടതകളും ഈ മദ്യവും മയക്കുമരുന്നും ഒഴുക്കിക്കൊണ്ട് വിദ്യാഭ്യാസം തകർക്കുക, കുരുന്നുകളുടെ ഭാവി തകർക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊന്നും ഇനി നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതിന്റെ ദൃക്സാക്ഷ്യം തന്നെയാണ് ഇത്തരത്തിലൊരു ഗവർണറുടെ ആദ്യ നടപടി എന്ന് കാണേണ്ടതുണ്ട്. പിണറായി വിജയന്റെ ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തെ ആ സ്വീകരിക്കലൊക്കെ കണ്ടപ്പോൾ പിണറായി വിജയന്റെ ആരാധകരായിട്ടുള്ള ഇവിടുത്തെ കമ്മികൾ കരുതിയിട്ടുണ്ടാവും ഈ പറയുന്ന വ്യക്തി പിണറായി വിജയന്റെ അടിമയാവാൻ പോവുകയാണെന്ന് കരുതിയിട്ടുണ്ടാവും. അതിന്റെ കടക്കിൽ കിട്ടിയ ആദ്യത്തെ വെട്ട് തന്നെയാണ് ആർലൈക്കറുടെ ഈ സിസ്റ്റം, അതല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം എന്നുള്ളത് ജസ്റ്റിൻ സാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി തന്നെ ഈ സെഷൻ തൽക്കാലം അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു സെഷനുമായി 9:15 കാണും വരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റ് വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട്
മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.